ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിന്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സാർ, ഏതായാലും ഇന്ന് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പയറി ഡേയിലേക്കാണ് കടക്കുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മിനിറ്റിൽ 25,100 എന്നുള്ള ഒരു ലെവൽ റെസ്പെക്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലേക്ക് ട്രേഡിംഗ് മാറുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലത്തെ ട്രേഡിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു തേർഡ് സെഷനിലാണ് മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യുന്നത്. വീണ്ടും 25,000 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ലെവൽ ടച്ച് ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് സെക്ടേഴ്സിൻ്റെ പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം സെക്ടേഴ്സിലും ഒരു പോസിറ്റീവായിട്ടുള്ള ബൈങ് ഇൻട്രസ്റ്റ് ആണ് കാണുന്നത്. ഏറ്റവും അധികം എനർജി സെഗ്മെൻറ്റ് ഒരു നേട്ടത്തിലേക്ക് എത്തുന്നു, ഓൾമോസ്റ്റ് 1% തന്നെ. 0.5% കൂടുതൽ റിയൽറ്റി മേഖലയിൽ മുന്നേറ്റമുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സിലും പ്രത്യേകിച്ച് നേട്ടം കാണുന്നുണ്ട്. IT വളരെ ഫ്ലാറ്റായിട്ടാണ് ഈ മിനിറ്റുകളിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു ടോപ്പ് ഗെയിനറിൻ്റെ ലിസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കോൾ ഇന്ത്യ ആണ് തുടക്കം മുതൽ 1.5% കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ട്രെൻഡിൻ്റെ സ്റ്റോക്കിൽ 2.5% ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു ഇടിവും കാണാൻ സാധിക്കുകയാണ്. നമ്മൾ ഹാൻഡ് ഓവേഴ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു താരിഫ് ഇമ്പോസ് വന്നിരിക്കുന്നു. നവംബർ 1 മുതൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ മീഡിയം ഹെവി ഡ്യൂട്ടി ട്രക്കുകൾക്കും 25% ഒരു താരിഫാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് ബാധിക്കില്ല എങ്കിൽ പോലും ഓട്ടോ കോമ്പോണൻസിൻ്റെ ഒരു എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മാറ്റി നിർത്താൻ കഴിയില്ല. സർ, മറ്റ് പ്രധാനപ്പെട്ട എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണുള്ളത്? ജാസ്മിൻ, ആദ്യം തന്നെ നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രോഡർ സെറ്റപ്പ്, ഞാനൊരു ഷോർട്ട് ടേം ടെക്നിക്കൽ സെറ്റപ്പ് അല്ല പറഞ്ഞത്, ഒരു ബ്രോഡർ സെറ്റപ്പിൽ എനിക്ക് ലിമിറ്റഡ് ഇൻഫർമേഷനാണ് ഞാൻ ടെക്നിക്കലിലുള്ളത്. എങ്കിലും ഞാൻ അത് വെച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനൊന്ന് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് നമ്മൾ ഇപ്രാവശ്യം വന്ന ഫോളിൻ്റെ ഏതാണ്ട് 50% റീട്രേസ്മെൻറ്റ് കഴിഞ്ഞു. ഏതാണ്ട് 50% റീട്രേസ്മെൻറ്റ് ആയി കഴിഞ്ഞു എന്നുള്ള. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ ശരിക്കും പറഞ്ഞാൽ 25,120, 119 അല്ലെങ്കിൽ 120, 2-3 ദിവസത്തിനുള്ളിൽ ഈ 25,120 ബ്രേക്ക് ചെയ്യണം ഒരു ഐഡിയൽ സെറ്റപ്പിൽ. എന്നിട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ദിവാലി ടൈമോടുകൂടി ശരിക്കും പറഞ്ഞാൽ ഒരു 24,650 തിരിച്ചു വരണം. ഇങ്ങനെയാണ് ഒരു ഐഡിയൽ സെറ്റപ്പ് നിൽക്കേണ്ടത്. അതായത് മാർക്കറ്റ് ഹെൽത്തി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 25,120 ഒന്ന് കട്ട് ചെയ്യണം 2-3 ദിവസത്തിനുള്ളിൽ. എന്നിട്ട് ദിവാലി ടൈമോട് കൂടി ഒന്ന് ഇരിക്കണം മാർക്കറ്റ്. അതായത് ഇത്രയും ഒരു റീട്രേസ്മെൻറ്റ് വന്നതല്ലേ, ഇരുന്ന് 24,650 വരണം ഒരു ഹെൽത്തി ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണമെങ്കിൽ. ഇതിനപ്പുറത്തേക്ക് ഒരു ഹെവി ബൈയിങ്ങോ ഷോർട്ട് കവറിങ്ങോ വന്ന് മാർക്കറ്റ് ഭയങ്കരമായിട്ട് മുകളിലോട്ട് പോകുന്നെങ്കിൽ നമുക്ക് ട്രെൻഡ് അപ്പം നോക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ടെക്നിക്കൽ സെറ്റപ്പ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചെന്നുള്ളൂ. എനിക്ക് തോന്നുന്നു നമുക്ക് ജോയിൻ ചെയ്യുന്ന എക്സ്പേർട്സ് കുറച്ചുകൂടി നന്നായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഞാനൊന്ന് പറയാൻ കാര്യം വെച്ചാൽ നമ്മൾ കോഷ്യസ് ഓപ്റ്റിമിസത്തിൽ നിന്ന് മാറി ഓപ്റ്റിമിസം ലെവലിലേക്ക് നമ്മൾ മാറിയിരുന്നു ജസ്റ്റ് RBIയുടെ ഇതിന് മുമ്പായിട്ട്. അത് നല്ല രീതിയിൽ പ്ലേ ഓഫ് ചെയ്തു മാർക്കറ്റിൽ. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഉദാഹരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. കാര്യം ഓപ്റ്റിമിസം തന്നെയാണ്, ബട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കോഷ്യസ് ആയിട്ട് ഞാൻ നിൽക്കുകയാണ്. അതായത് കോഷ്യസ് ഓപ്റ്റിമിസം ഒന്ന് തിരിച്ചു കൊണ്ടുവന്നേക്കുന്നു എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു വെക്കുന്നു. ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല കാര്യം. ബട്ട് ഈവൻ ദെൻ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കേണ്ട സമയമായി എന്നുള്ളതൊന്ന് പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രം. 2, ജാസ്മിൻ, ഇറ്റ് ഈസ് ബേസിക്കലി ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് ഗോൾഡ് അല്ലേ. ഇപ്പോൾ നമ്മൾ വി ആർ അറ്റ് എ കിസ്സിങ് ഡിസ്റ്റൻസ് എവേ ഫ്രം $4,000 പെർ ട്രോയ് ഔൺസ് ഗോൾഡിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും വലിയ ന്യൂസ് എന്ന് പറയുന്നത്. അതായത് സ്വർണം എവിടെ നോക്കിയാലും ഗോൾഡിനെ ബേസ് ചെയ്തുള്ള ആർട്ടിക്കിൾസ്, ന്യൂസ്, ഇൻ്റർവ്യൂസ് തന്നെയാണ്. ഈവൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച നമ്മളൊരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു ഗോൾഡിനെ കുറിച്ച്. നമ്മളൊരു മുത്തൂറ്റ് സെക്യൂരിറ്റീസിൻ്റെ ഒരു ഗസ്റ്റിനെ വിളിച്ച് നമ്മൾ നടത്തിയിരുന്നു. ഞാനാണ് അത് ഹോസ്റ്റ് ചെയ്തതെന്നേ ഉള്ളൂ. അപ്പോൾ എവിടെ നോക്കിയാലും നമ്മൾ ഗോൾഡിൻ്റെ ന്യൂസ് മാത്രമേ ഉള്ളൂ എന്നുള്ള. പിന്നെ അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളെ സംബന്ധിച്ച്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനെ വെറും ഒരു ഇനോഗ്രേഷൻ ആയിട്ടാണ് കാണുന്നത്. അതായത് ഈ നവി മുംബൈ എയർപോർട്ട് നാളെ കമ്മീഷൻ ചെയ്യണം. നമ്മുടെ പ്രൈം മിനിസ്റ്റർ അവിടെ വരുന്നുണ്ട്, നവി മുംബൈ എയർപോർട്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊരു ന്യൂസ് എന്നുള്ള രീതിയിലായിരിക്കാം ആൾക്കാർ പൊതുവേ അതിനെ കാണുന്നത്. പക്ഷെ ഞാൻ ഇതിനെ കാണുന്നത് വേറൊരു ആംഗിളിൽ കൂടിയാണ്. അതായത് ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആസ് വെൽ ആസ് എന്താണെന്നറിയോ, ഒരു ട്രാവൽ ഇൻഡസ്ട്രി, ടൂറിസം ഇൻഡസ്ട്രി, ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രി, ലോജിസ്റ്റിക്സ്, ഇതിനൊക്കെ
ഒക്കെ ബേസ് ചെയ്ത്, അത് മാത്രമല്ല കേട്ടോ, ഈ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് കമ്പനീസ് ഇതിനൊക്കെ നവി മുംബൈ എയർപോർട്ട് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതായത് സാധാരണ ഇത് ജസ്റ്റ് അനദർ എയർപോർട്ട് ഇനോഗ്രേഷൻ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ ചെറിയ ഒരു Tier 2 ടൗണിലോ അല്ലെങ്കിൽ ഒരു സിറ്റിയിലോ ഓപ്പൺ ചെയ്യുമ്പോൾ അല്ല നവി മുംബൈ വരുന്നത്. ഈ നവി മുംബൈയുടെ ഒരു വലിയൊരു പ്രത്യേകതയുണ്ട് ഈ എയർപോർട്ടിന് എന്നുള്ള. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഇത് വളരെ 5G ഇനേബിൾഡ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഇനേബിൾ ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേറ്റസ് ആണ്. ഇതിൻ്റെ ടെർമിനലിലോട്ട് ഓരോ ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ രീതി, ആ ഒരു ബിൽഡിംഗ് പ്രോസസ്സൊക്കെ ഭയങ്കര രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ എയർപോർട്ടിൻ്റെ കമ്മീഷനിങ്ങോടുകൂടി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് സ്റ്റോക്സ്, പിന്നെ QSR കമ്പനീസ്, കാര്യം എയർപോർട്ടിനകത്ത് ഈ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റ്സ് വേണമല്ലോ, പിന്നെ ട്രാവൽ ആൻഡ് ടൂറിസം, ഹോസ്പിറ്റാലിറ്റി അതായത് ഹോട്ടൽ ഇൻഡസ്ട്രി, പിന്നെ ഫോറക്സ് ഡീൽ ചെയ്യുന്ന കമ്പനികൾ, ലോജിസ്റ്റിക് കമ്പനികളൊക്കെ ഞാനൊന്ന് ക്ലോസ്ലി ഒന്ന് വാച്ച് ചെയ്യും. കാര്യം ഇതിനെ ബേസ് ചെയ്തിട്ട് എന്താണെന്നുള്ള കാര്യം ഒരു റവന്യൂ പൂളും കൂടി തുറന്നു കൊടുക്കുകയാണ് നവി മുംബൈ. അതായത് ഇപ്പോഴുള്ള ലോജിസ്റ്റിക് കമ്പനീസിനൊക്കെ വേറൊരു മാർഗ്ഗം, ഇപ്പോൾ QSR കമ്പനീസ് ഇത്രയും എയർപോർട്ടിൽ നിന്നുള്ള റവന്യൂസ് QSR കമ്പനീസിന് കിട്ടിത്തുടങ്ങി. നവി മുംബൈയും കൂടെ വരുമ്പോൾ നവി മുംബൈയിലെ പാസഞ്ചേഴ്സ് നമ്മൾ വിചാരിക്കും പോലെയല്ല, അത്രയും പേര് വന്ന് അവിടുത്തെ ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്ത് അവിടുത്തെ ബിസിനസ്സുകൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ വളരെ വലുതാണെന്നുള്ള. ഇപ്പം നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങിയിട്ട് വണ്ടി നമ്മുടെ പ്ലെയിൻ ടാക്സി ചെയ്ത് പോകാൻ നേരത്ത് നമ്മൾ എയർപോർട്ടിൻ്റെ സൈഡിൽ ഒരുപാട് ബ്ലൂ ഡാർട്ടിൻ്റെ ഫ്ലൈറ്റ്സ് കിടക്കണതാണ്. അപ്പോൾ ഈ ബ്ലൂ ഡാർട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സെൻസിറ്റീവ് ഡോക്യുമെൻറ്റ്സ് വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും എംബസിയിൽ പോയിട്ട് പാസ്പോർട്ട് കൊടുത്ത് വിസ സ്റ്റാമ്പ് ചെയ്തിട്ട് വിസ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നത് ബ്ലൂ ഡാർട്ടാണ്. നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്യുന്ന ഷിപ്പിംഗ് കമ്പനിയാണ്, സ്മോൾ പാർസൽ ഷിപ്പിംഗ് കമ്പനിയാണ് ബ്ലൂ ഡാർട്ട് എന്ന്. ഈ ബ്ലൂ ഡാർട്ടിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നവി മുംബൈ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് വളരെ വളരെ റെലവൻസ് ഉണ്ട് എന്നുള്ള. അപ്പോൾ ആ ഒരു ന്യൂസിൻ്റെ പുറകിലും സ്റ്റോക്ക് മാർക്കറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു വെക്കുന്നു. പിന്നെ ഓഫ് കോഴ്സ് അഡാനി എൻ്റർപ്രൈസസ് ആണല്ലോ ഈ നവി മുംബൈ എയർപോർട്ടിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അപ്പം അഡാനി എൻ്റർപ്രൈസസും അതിനകത്തൊന്ന് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് 90 മില്യൺ പാസഞ്ചേഴ്സ് പെർ ഇയർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതായത് നവി മുംബൈ എന്ന് പറയുന്നത്. അതായത് 3.8 മില്യൺ ടൺസ് ഓഫ് കാർഗോയും കൂടെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി. ഈ കാർഗോൻ്റെ കാര്യം എടുത്ത് പറയണമെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി ഒരു കാർഗോൻ്റെ ഹബ്ബായിട്ട് മാറ്റണം എന്നാണ് അഡാനിയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയും ഒരു ആഗ്രഹം. കാര്യം മുംബൈ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല കേട്ടോ, ഈ എയർപോർട്ടിലേക്കുള്ള അപ്രോച്ച് റോഡ്സും ഭയങ്കര വലിയ വേൾഡ് ക്ലാസ് ആണ് എന്നുള്ള രീതി. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ള. ഇതിനകത്ത് 74% അഡാനി എൻ്റർപ്രൈസസ്, അഡാനി ഗ്രൂപ്പാണ് ഓൺ ചെയ്യുന്നത്. 26% മുംബൈയുടെ സിഡ്കോ അതായത് സിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ് ഹോൾഡ് ചെയ്യണമെന്നുള്ള. അഡാനി ഓൾറെഡി 20,000 കോടി ഇട്ടു. ഇനി പറയുന്നത് 30,000 കോടിയും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ എക്സ്പാൻഷൻ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, ഇത് അവർ ഒരു എയർപോർട്ട് എന്നുള്ള രീതിയിൽ ഉപരി ഒരു കാർഗോ ഹാൻഡ്ലിംഗ് ടെർമിനൽ, പിന്നെ ഈ എയർക്രാഫ്റ്റിൻ്റെയൊക്കെ മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവറോൾ ഫെസിലിറ്റിയും കൂടെ ഏതാണ്ട് 5 ലാർജ് ഹാങ്ങറും കൂടെ ഇതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് വന്നത് എൻവിസാജ് ചെയ്ത് ഭയങ്കരമായിട്ട് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ഈ ദുബായ് എയർപോർട്ട് എങ്ങനെയാണോ എമിറേറ്റ്സിന് ഈ പറയുന്ന പോലെ ഒരു ഹബ്ബായി മാറുന്നത്, അതേപോലെ ഇൻഡിഗോനും അതർ ഇന്ത്യൻ എയർലൈൻ കമ്പനീസിനും ഈ നവി മുംബൈ എയർപോർട്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഹബ്ബായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളിപ്പോൾ വാൾ സ്ട്രീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് വീണ്ടും മിക്സഡ് ആയിരുന്നു. ഡൗ ജോൺസ് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിരുന്നു, -0.14% ഡൗൺ ആയിരുന്നു. നാസ്ഡാക്ക് അപ്പായിരുന്നു 0.17%. S&P 500 0.36% അപ്പാണെന്നുള്ളതാണ്. ഇതിനകത്ത് വീണ്ടും ഞാൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ US മാർക്കറ്റ് മിക്സ്ഡ് ആണെന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഈ നാസ്ഡാക്കിൻ്റെ മൂവ്മെൻറ്റും നാസ്ഡാക്കിനുള്ള സ്റ്റോക്സിൻ്റെ മൂവ്മെൻറ്റും പറയണമെന്നറിയോ, ദർ ഈസ് എ ലാർജർ കോൺസെൻട്രേഷൻ ഓഫ് ട്രേഡ് ഓൺ ദ AI കേപ്പബിലിറ്റി സൈഡ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പ്രോസസ്സ്, സെമി കണ്ടക്ടർ, ആ എക്കോ സിസ്റ്റം ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എക്കോ സിസ്റ്റം, അതിൻ്റെ സ്റ്റോക്സാണ് ഏറ്റവും കൂടുതൽ US സ്റ്റോക്ക് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ ഇൻഡെക്സിനെ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള സ്റ്റോക്സിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അതായത് മാർക്കറ്റ് വളരെ കോൺസെൻട്രേറ്റഡ് ആണ് എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടൊരു കാര്യം. അപ്പോൾ അതിനകത്തേക്കുള്ള ന്യൂസ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇപ്പം ഞാൻ ഇന്നലെ നോക്കുമ്പോൾ AMD ഇന്നലെ എനിക്ക് തോന്നുന്നു 23% AMDയുടെ സ്റ്റോക്ക് കയറിയത്. അതായത് അവരൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മൾട്ടി ഇയർ സപ്ലൈ ചെയിൻ ഡീൽ വിത്ത് ഓപ്പൺ AI എന്ന് പറയുന്നത് നമ്മുടെ ChatGPTയുടെ കമ്പനി, അവരായിട്ട് മൾട്ടി ഇയർ സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനകത്ത് 4 കൊല്ലം കൊണ്ട്, അതായത് AMD
AI ചിപ്സ് ഓപ്പൺ എഐക്ക് സപ്ലൈ ചെയ്യും. 4 കൊല്ലത്തേക്കുള്ള കോൺട്രാക്ട്, 4 കൊല്ലത്തേക്കുള്ള കോൺട്രാക്ട് വിച്ച് കുഡ് പോസിബിളി ജനറേറ്റ് $100 ബില്യൺ റവന്യൂസ്. 100 ബില്യൺ റവന്യൂസ് ആണ് ഈ ഒരു ഡീല് കൊണ്ടിട്ട് AMDക്ക് കിട്ടാൻ പോണേ എന്നുള്ള ഓപ്പൺ എ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്. AI ചിപ്സ് 4 കൊല്ലത്തേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇൻ റിട്ടേൺ ഓപ്പൺ എഐക്ക് AMDയിൽ 10% സ്റ്റേക്ക്. അതായത് ഇത് രണ്ടുപേരും കൂടെ കോ എക്സിസ്റ്റ് ചെയ്ത് പരസ്പരം ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ AMDയുടെ സ്റ്റോക്സ് ഇന്നലെ നന്നായിട്ട് കയറി എന്നുള്ളതാണ്. അതുമാത്രമല്ല AI കേപ്പബിലിറ്റീസ് US സ്റ്റോക്ക് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകണം. അതായത് US മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ AI കേപ്പബിലിറ്റി സ്റ്റോക്സും അല്ലാത്ത സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമാണ് US സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രത്യേകത. അതേസമയം AI ഡ്രിവൺ സ്റ്റോക്സ് അല്ലെങ്കിൽ AI കേപ്പബിലിറ്റീസ് ഉള്ള സ്റ്റോക്സ് ആണെങ്കിൽ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഭയങ്കര രീതിയിലേക്ക് കൊണ്ടുപോയി. പ്രോഫിറ്റ് പൂളിലാണെങ്കിലും ശരി, മാർക്കറ്റ് ക്യാപ്പ് വൈസ് ആണെങ്കിലും ശരി, ഭയങ്കര ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മാക്സ് 7 എന്നുള്ള സംസാരമൊക്കെ മാറിയിട്ട് ഏതാണ്ട് ഫാബ് 4 എന്നായി. ഫാബ് 4 നമ്മുടെ എൻവിഡിയ, മൈക്രോസോഫ്റ്റ്, മീറ്റ, ആമസോൺ എന്നൊക്കെ ശരിക്കും ഇതിനെ വേറൊരു പേരിട്ട് ഇതിനെ വിളിക്കുന്നുണ്ടെന്നുള്ളത്. അതിനെ പറയുന്നത് എലീറ്റ് 8, ELITE 8, എലീറ്റ് 8. അതായത് എലീറ്റ് 8 സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്, ആമസോൺ, ആപ്പിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ്, നെറ്റ്ഫ്ലിക്സ്, എൻവിഡിയ, ടെസ്ല. ഇവരാണ് US മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളത്. അതായത് ദേ ഹാവ് ഗോട്ട് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഇൻ US സ്റ്റോക്ക് മാർക്കറ്റ്സ് എന്നുള്ള. അതായത് ആ AI കേപ്പബിലിറ്റീസിന്റെ പ്രത്യേകതയാണ്. നമ്മൾ ഇന്നലെ നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സിന്റെ വീഡിയോന്റെ താഴെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എന്താണ് US മാർക്കറ്റ് ഇങ്ങനെ കയറുന്നതും ഇന്ത്യൻ മാർക്കറ്റ് അധികം കയറാത്തത്. ഇങ്ങനത്തെ ഇക്വലന്റ് ആയിട്ടുള്ള AI കേപ്പബിലിറ്റീസ് അല്ല, പ്യുവർ AI പ്ലേ. അതായത് വളരെ എന്താ പറയുക, ട്രേഡ് മാർക്കുള്ള വളരെ സിഗ്നിഫിക്കൻറ്റ് പ്രസൻസ് AI വാല്യൂ ചെയിനിലുള്ള കമ്പനീസ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല. നമ്മൾ ഇന്നും 10 കൊല്ലമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, രാവിലെ എണീക്കുമ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ്, ഫാർമ, ബാങ്കുകൾ, PSU, എന്താ പറയുക, പ്രൈവറ്റ് ബാങ്ക്സ്, ഓട്ടോമൊബൈൽ ആക്സസറീസ്, ഇത് മാത്രമേ ഉള്ളൂ. നമുക്കൊരു എന്താ പറയുക, ഒരു പുതിയ ഒരു ഇൻഡസ്ട്രി ഉരുത്തിരിഞ്ഞ് നമ്മുടെ നിഫ്റ്റിയിൽ വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് നെഗറ്റീവ് തന്നെയാണ്. കാര്യം വെച്ചാൽ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രോത്ത് നടക്കുന്നത് എന്നുള്ള എന്തോരം രീതിയിൽ. ഞാനിപ്പോൾ US മാർക്കറ്റിൽ നോക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, അതായത് രസകരമായിട്ട് നോക്കൂ. അതായത് ഇപ്പം നമ്മൾ ഇന്ന് വായിച്ച ആ ന്യൂസ് എന്താ, ഓപ്പൺ എഐക്ക് അതായത് AMD 4 കൊല്ലത്തേക്ക് ഒരു സപ്ലൈ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു ഓപ്പൺ എ ആയിട്ട്. $100 ബില്യൺ റവന്യൂ AMDക്ക് വരുന്നു. ആരുടെ കയ്യിൽ നിന്ന്? ഓപ്പൺ എഐയുടെ നിന്ന് വരുന്നു അല്ലേ. ഇനി നമുക്ക് അതിൻ്റെ ഒരു സംഭവത്തിലേക്ക് നോക്കാം. അതായത് ഇതൊരു സർക്കുലർ ഇൻവെസ്റ്റ്മെന്റ് പോലെ, ഞാൻ നാളെ ആരോ പറയുന്നത് കേട്ടതും കൂടെ ഞാൻ ചേർത്ത് വെച്ചിട്ടാണ് പറയുന്നത്. അതായത് എൻവിഡിയ ഇൻവെസ്റ്റ് $100 ബില്യൺ ഇൻ ഓപ്പൺ എഐ. എൻവിഡിയ ഓപ്പൺ എഐയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓപ്പൺ എഐ 300 ബില്യൺ ഓറക്കിളിന്റെ ക്ലൗഡ് പർച്ചേസ് ചെയ്യുന്നു. ഓറക്കിൾ 40 ബില്യൺ എൻവിഡിയ ചിപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഓപ്പൺ എഐ 100 ബില്യൺ റവന്യൂ AMDക്ക് കൊടുക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ എക്കോസിസ്റ്റം നമ്മൾ വന്ന് നോക്കുമ്പോണ്ടല്ലോ, ഈ പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഡീല് ക്രിയേറ്റ് ചെയ്ത്, അതായത് ഈ ഒരു എക്കോസിസ്റ്റത്തിന് പുറത്തുനിന്നുള്ള ഒരു രാജ്യത്തിൻ്റെയും സഹായം വേണ്ട എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം ഏതാണ്ട് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ പറയില്ലേ, ഓട്ടോമൊബൈൽ ആക്സസറീസ്, അതായത് ഓട്ടോമൊബൈൽ കമ്പനിക്ക് കമ്പോണൻസ് സപ്ലൈ ചെയ്യുന്ന ഓട്ടോമൊബൈൽ ആക്സസറീസ്. ആ ഓട്ടോമൊബൈൽ ആക്സസറീസിൽ ഓട്ടോമൊബൈൽ കമ്പനി സ്റ്റേക്ക് എടുക്കുന്നു. ഓട്ടോമൊബൈൽ ആക്സസറി പറയുന്നു ഞങ്ങൾ 4 കൊല്ലത്തേക്ക് ഇവർക്ക് പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യുന്നു എന്നുള്ള ഒരു എക്കോസിസ്റ്റം പോലെ, അതായത് ഒരു ഇൻഡസ്ട്രി ഒരു ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ ആവുന്ന പോലെ അവിടെ AI കേപ്പബിലിറ്റീസ് ഉള്ള കമ്പനീസ് അങ്ങനെ മാറുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊന്ന് കാണേണ്ടിയിരിക്കുന്ന ഒരു ഡെവലപ്മെൻ്റ് ആണ് എന്നുള്ള, ഞാൻ ഇതിനോട് ചേർത്ത് വെച്ചിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പേഴ്സൺ ഉണ്ട്. അതായത് ഗ്ലോബലി നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ വർത്തമാനമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റീഫൻ വൂ എന്നാണ്. വൂ എന്ന് പറയുമ്പോൾ WU കേട്ടോ. അത് പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഫോർമർ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അതുമാത്രമല്ല ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് കാർത്തേജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. അദ്ദേഹത്തിന് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡെവലപ്മെൻറ്റ്സ് വളരെ നന്നായിട്ട് അറിയാമെന്നുള്ള. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം ചൈനയും US-നെയാണ് കമ്പയർ ചെയ്യുന്നത് ഏതാ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ചൈന ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സെമി കണ്ടക്ടർ ചിപ്സിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഗവൺമെൻറ് സഹായത്തോടുകൂടി നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, എസ്പെഷ്യലി നമ്മൾ കമ്പനീസ് ലൈക്ക് ഷവമി അല്ലെങ്കിൽ ഹുവാവൈ,
ആലിബാബ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയും ചൈനീസ് ഗവൺമെൻറ് സഹായത്തോടു കൂടിയും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെമി കണ്ടക്ടർ ചിപ്സിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഇട്ടിട്ട് ഏതാണ്ട് ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത് എന്നുള്ള കാര്യം. ഇപ്പോൾ NVIDIA എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണല്ലോ. അതുമാത്രമല്ല അടുത്ത കാലത്ത് അമേരിക്കൻ ഗവൺമെൻറ് NVIDIAയോട് പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ലേറ്റസ്റ്റ് ചിപ്സ്, ഒരിടയ്ക്ക് പറഞ്ഞു നിങ്ങൾ ചിപ്സേ ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്നു, പിന്നെ പറഞ്ഞു നിങ്ങൾ ചിപ്സ് എക്സ്പോർട്ട് ചെയ്തോളൂ, പക്ഷെ നിങ്ങളുടെ ടോപ്പ് 3-4 ചിപ്സ് എക്സ്പോർട്ട് ചെയ്യരുത്, അത് കഴിഞ്ഞിട്ടുള്ള ചിപ്സ് മതി നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ ചിപ്സ് കൊടുത്തില്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ ടോപ്പ് ചിപ്സ് കൊടുക്കുകയാണെങ്കിൽ ചൈന അത് ഉപയോഗിച്ച് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയെ തന്നെ ത്രെട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു ബാനൊക്കെ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് ഓൾഡർ ചിപ്സ് ആണ് ഇപ്പോൾ NVIDIA അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ ചൈന എന്താ പറയണമെന്നറിയോ? ചൈന ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളുടേതായ ചിപ്സെറ്റ്സ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി, ഞങ്ങൾക്ക് ഈ ഓൾഡർ ചിപ്സ് NVIDIAയുടെ ആവശ്യമില്ല. അതുമാത്രമല്ല ഈ ചിപ്സ് ഉപയോഗിച്ച് ഞങ്ങളെ സ്പൈ ചെയ്യാൻ US ഗവൺമെൻറ്റും US കമ്പനികളും ശ്രമിക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ചിപ്സ് വേണ്ട എന്ന് അവരുടെ, എനിക്ക് തോന്നുന്നു അവിടെ എല്ലാ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെതും മറ്റുള്ള കമ്പനിയുടെതും ചൈനീസ് ഗവൺമെൻറ് പറഞ്ഞേക്കണേ ഈ ചിപ്പ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യരുതെന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു വാല്യൂ ചെയിനിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് തന്നെ ചൈന എത്രയും പെട്ടെന്ന് NVIDIAയുടെ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അതേ കേപ്പബിലിറ്റി ആവാനായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആ ഭാഗത്തിടുന്നു, ന്യൂസ് വരുന്നു. ഇതിനെ ബേസ് ചെയ്ത് ചൈനയുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ US പോലെ തന്നെ ഈ AI റിലേറ്റഡ് സ്റ്റോക്സ് ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബട്ട് ഈ വൂവിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്നറിയോ? വൂ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യം, ഇറ്റ് വിൽ ടേക്ക് അനദർ 10 years for China to reach the capability of AI capability of United States. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതിലൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണെന്നുള്ള പറഞ്ഞു വയ്ക്കുന്നു. ഏതായാലും 10 കൊല്ലം അല്ലെങ്കിൽ പോലും ഒരു 5 കൊല്ലത്തേക്ക് ആ US കമ്പനീസിൻ്റെയും ആ ഒരു എന്താ പറയുക ആ ഒരു മോണോപ്പൊളി ആധിപത്യം ഏതായാലും പൊളിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. കാര്യം അദ്ദേഹം പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതായത് ഈ AI എക്കോസിസ്റ്റത്തിൻ്റെ ഏറ്റവും കോംപ്ലക്സും ഹാർഡ് പാർട്ടുമായതെന്ന് വെച്ചാൽ ഹൈ ബാൻഡ് വിഡ്ത്തിൻ്റെ മെമ്മറി വേണം, അതുമല്ല പാക്കേജിങ് വേണം. അതിൽ ചൈന ഒരുപാട് മുൻപന്തിയിൽ എത്താനുണ്ട്. അവിടെ US ഭയങ്കരമായിട്ട് ഒരു ചിപ്പ് ഉണ്ടാക്കാമെന്ന് മാത്രമല്ല അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, അതായത് ബിൽഡിംഗ് ദ റൈറ്റ് സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ ഹാർനസ് ആ ചിപ്സ് പവർ, ആ ചിപ്പിൻ്റെ പവർ ഹാർനസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയറും കൂടെ ഡെവലപ്പ് ചെയ്യണതിൽ ചൈന അധികം മുന്നോട്ടേക്ക് വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് 5 കൊല്ലത്തേക്ക് ഏതാണ്ട് US തന്നെയായിരിക്കും ഇതിൻ്റെ മുന്നിൽ നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഞാനത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നു. കാര്യം വെച്ചാൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർ പലതും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് US മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്തത്, നമ്മൾ പെർഫോം ചെയ്യുന്നില്ല. US മാർക്കറ്റിൻ്റെ ആ ഒരു AI കേപ്പബിലിറ്റി, സെമി കണ്ടക്ടർ ചിപ്പ് എസ്പെഷ്യലി ഇൻ ദ AI എക്കോസിസ്റ്റം, അതാണ് അവരെ ഡ്രൈവ് ചെയ്യുന്നത്. ആ സ്റ്റോക്കുകളെ മാറ്റിവെച്ച് നമ്മൾ US മാർക്കറ്റിനെ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ വലിയ മൂവ്മെന്റ് ഇല്ല. ചൈനയിൽ നോക്കുകയാണെങ്കിലും അതേ സ്ഥിതി തന്നെയാണെന്നുള്ള. ഇന്ത്യക്ക് ആ വക സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ച് ലാഗ് ചെയ്യുന്നുള്ള പറഞ്ഞു വയ്ക്കുന്നത്. ഇനി നമ്മൾ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ, ഞാൻ ഈ ഹാൻഡ് ഓവർ വേറൊരു വ്യക്തി എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താണ് ഈ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ്? ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് രാവിലെ തുറക്കാൻ നേരത്ത് ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അതായത് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ഏതൊക്കെയാണ്? US മാർക്കറ്റിൻ്റെ ലെവൽസ്, ഗോൾഡ്, US-ലെ ട്രഷറി ഈൽഡ്, ഡോളർ അതിൻ്റെ സെറ്റപ്പ്, അത് മാത്രമല്ല കമോഡിറ്റീസ് എസ്പെഷ്യലി ഓയിൽ അല്ലെങ്കിൽ ഈ പ്രഷ്യസ് മെറ്റൽസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ്, അതായത് നമ്മൾ രാവിലെ കട തുറക്കുമ്പോൾ എന്തൊക്കെ ഹാൻഡ് ഓവർ ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബോണ്ട് ഈൽഡ്, US ട്രഷറി ഈൽഡ് നോക്കുകയാണെങ്കിൽ 10-year ബോണ്ട് ഈൽഡ് ചെറുതായിട്ടൊന്ന് 4.16% ആയി ഇഞ്ചപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. നമ്മൾ പറഞ്ഞല്ലോ അവിടുത്തെ ഷട്ട് ഡൗൺ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള. പിന്നെ ഗോൾഡ് റഷ് കണ്ടിന്യൂസ്. ഞാൻ നേരത്തെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു നിയർ ടു $4,000 പെർ അല്ലെ $4,000 പെർ ട്രോയ് ഔൺസിലേക്ക് വന്നു എന്നുള്ളതാണ്. അത് 4,000 കട്ട് ചെയ്ത് മുകളിലേക്ക് പോയില്ലെന്നാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോഴത്തെ എനിക്കറിയില്ല. ഇപ്പോൾ ഈ ഗോൾഡിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ, ഒരു കോഷൻ, അതായത് പലരും നമ്മളെക്കുറിച്ച് ഈ ഗോൾഡിൻ്റെ പ്രോഗ്രാം നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തപ്പോഴേ ഒരുപാട് പേര് അതിനെക്കുറിച്ച് ക്വറിയും ചോദിച്ചു. അതിൽ പലരും നമ്മുടെ ഈ ഓപ്പണിംഗ് ഹൗസ് വാച്ച് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ഗോൾഡിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഗോൾഡ് എപ്പോൾ നോക്കിയാലും എവിടെ നോക്കിയാലും ഞാനത് പറയുകയും ചെയ്തു. അതായത് നമ്മുടെ വൈകുന്നേരത്തെ ഒരു ന്യൂസിന് ഗസ്റ്റായിട്ട് നമ്മൾ തന്നെ പോയപ്പോൾ അതിനകത്ത് പറയുകയും ചെയ്തിരുന്നു, സ്റ്റോക്സിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് പെർഫോം ചെയ്യും, അത് താഴെ പോകില്ല എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നമ്മളെ ഫൈൻ അടിക്കും. കാര്യം എന്താ? നമുക്ക് അതിനകത്ത് റൈറ്റ് ഇല്ല എന്ന് പറയാം. അതേസമയം റിയൽ എസ്റ്റേറ്റ് കയറണമെന്നും ഗോൾഡ് കയറുന്നു, ഗോൾഡ് വീഴില്ല, ഗോൾഡ് മേടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പിടിക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ്.
അതായത് നിങ്ങൾക്ക് ഒരു അസറ്റ് ക്ലാസ്സിനെ നിങ്ങൾക്ക് ഒരിക്കലും ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് അതിന്റെ ഫോർവേഡ് ലുക്കിംഗ് സ്റ്റേറ്റ്മെന്റ് പറയാൻ പാടില്ല എന്ന് സെബി. എന്നാൽ ഗോൾഡിനെ കുറിച്ചുള്ള എല്ലാ സംസാരത്തിലും പറയുന്നത് ഗോൾഡ് കയറും, ഗോൾഡ് വീഴുകയില്ല. ഇത് പറയുന്നവർക്ക് ഒരു കംപ്ലയൻസ് റെസ്ട്രിക്ഷൻസും വയലേഷൻസും ഇല്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോൾഡിന്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഗോൾഡ് വീഴുകയോ ഇല്ലയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാര്യം ഈ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതര അസറ്റ് ക്ലാസ് ആണ്. അതായത് ഗോൾഡ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വ്യക്തിത്വം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന ഗോൾഡ്. അതായത് ഇപ്പം നമ്മളൊരു സ്റ്റോക്സ് അല്ലെങ്കിൽ സ്റ്റോക്സിന്റെ പുറകിൽ ബിസിനസ് ആണല്ലോ, ഒരു ബിസിനസിന്റെ ഒരു പീസ് ആണല്ലോ ഒരു ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ബിസിനസ്സിനെ വാല്യൂ ആണെങ്കിൽ ആ ബിസിനസ്സിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ആ ബിസിനസ് ശരിക്കും പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കും. ഈ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു പാരാമീറ്ററാണ്. ആ ക്യാഷ് ഫ്ലോ മെഷർ ചെയ്തിട്ട് ഒരു ബിസിനസിന്റെ വാല്യൂഷൻ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ആ ബിസിനസ് ഈ ക്യാഷ് ഫ്ലോ ഉപയോഗിച്ച് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും. ആ ഡിവിഡൻഡ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ എങ്ങനെയാണ് ഈ ബിസിനസിന്റെ വാല്യൂഷൻ എന്ന് മാത്തമാറ്റിക്കലി നമുക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം അല്ലേ. അതാണ് ഒരു ബിസിനസിന്റെയോ സ്റ്റോക്കിന്റെ പ്രത്യേകത. ഇനി റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും ആ റിയൽ എസ്റ്റേറ്റ് ഇരിക്കുന്ന സ്ഥലം, അതിന്റെ കമ്പാരിറ്റീവ് വാല്യുവേഷനൊക്കെ ശരിക്കും പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിന്റെ വാല്യുവേഷന് സഹായകരമാവാം. രണ്ടാമത് അതിന്റെ ഡോക്യുമെന്റ്സിന്റെ ഓതന്റിസിറ്റി സഹായകരമാവാം. മൂന്ന്, ആ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബിസിനസിന്റെ പോസിബിലിറ്റി, അതായത് നമ്മളൊരു ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഒരു IT ബിസിനസ് തുടങ്ങുക, അല്ലെങ്കിൽ ഒരു ടൂറിസം ഏരിയയിൽ ഹോട്ടൽ തുടങ്ങുക, അതിനൊക്കെ ഒരു പ്രീമിയം വാല്യുവേഷൻ ഈ റിയൽ എസ്റ്റേറ്റിന് ആഡ് ചെയ്യും. അത് മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് നമുക്കൊരു റെന്റും തരും, ഒരു റെന്റൽ ഈൽഡ് ഉണ്ട്. അപ്പൊ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അഥവാ സ്റ്റോക്സിനൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഗോൾഡ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതൊന്നുമില്ല. ഗോൾഡ് എന്ന് പറയുന്ന വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു ക്യാരക്ടറും ഇല്ല. ഗോൾഡിനെ നമ്മൾ വേറെ പല കാര്യങ്ങളായിട്ട് ഇക്വേറ്റ് ചെയ്ത്, അതായത് ഗ്ലോബലി വളരെ ഹെവി ആയിട്ടുള്ള ന്യൂസുകളാണ് ഈ ഗോൾഡ് എന്ന് പറയുന്ന കാര്യത്തിനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നതെന്നല്ല. അതായത് ഇറ്റ്സ് വാല്യുവേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ലോട്ട് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഒന്ന്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വേറെ എന്തോ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. ആ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ ഈ പറഞ്ഞ പോലെ ഗോൾഡിന്റെ പ്രൈസിനെ അഫക്ട് ചെയ്യും. കാര്യം എന്താ, ഈ ഗോൾഡ് ഈസ് യൂസ്ഡ് ആസ് എൻ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ, ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ. അതായത് പർച്ചേസിംഗ് പവർ പോകുന്നത് തടഞ്ഞു വെക്കാൻ വേണ്ടി, സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗോൾഡിനെ യൂസ് ചെയ്യും. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവം ഗോൾഡ് പ്രൈസിനെ അഫക്ട് ചെയ്യും. രണ്ടാമത് ജിയോ പൊളിറ്റിക്കൽ റിസ്ക്. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇസ്രായേൽ ഇറാൻ യുദ്ധം, അല്ലെങ്കിൽ യുക്രൈൻ റഷ്യ യുദ്ധം, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഗോൾഡിന്റെ പ്രൈസിനെ അഫക്ട് ചെയ്യും. കാര്യം വെച്ചാൽ ഇങ്ങനെയൊക്കെ യുദ്ധം നടക്കുമ്പോൾ സേഫ് ഹെവൻ ബൈ, അതായത് ആൾക്കാർ സേഫ് ആണല്ലോ ഗോൾഡ് എന്ന് പറയുന്ന രീതിയിലേക്കും ബൈ ചെയ്യാം. മൂന്നാമത് സെൻട്രൽ ബാങ്കിന്റെ ബൈ. സെൻട്രൽ ബാങ്കിന്റെ ബൈ എന്ന് വെച്ചാൽ സെൻട്രൽ ബാങ്ക്സ് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ, കാര്യം അവർ ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യും. അതായത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് US ഡോളേഴ്സിന്റെ ട്രഷറി അസറ്റ്സ് ഉണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ഗോൾഡും കൂടെ മേടിക്കാം എന്ന് പറഞ്ഞ് സെൻട്രൽ ബാങ്ക്സ് മേടിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ US ഡോളേഴ്സിനോടുള്ള വിശ്വാസത കുറവായിരിക്കാം, അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ആയിരിക്കും, എന്ത് റീസണും ആയിക്കോട്ടെ. സോറി, അതിന് വേണ്ടിയിട്ട് ബൈ ചെയ്യുമ്പോഴും ഈ ഗോൾഡ് എന്ന് പറയുന്ന വ്യക്തിയെ അഫക്ട് ചെയ്യുന്നുള്ള. നാലാമത്തെ ഈ ഡോളർ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. ഡോളർ ശരിക്കും പറഞ്ഞാൽ ഈ ഡോളറും ഗോൾഡും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണുള്ളത്. പക്ഷെ ഡോളറിന്റെ മൂവ്മെന്റും ഈ വ്യക്തിയെ അഫക്ട് ചെയ്യുന്നുള്ള. അതായത് ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം വെച്ചാൽ ഗോൾഡിനെ സംബന്ധിച്ച് ഗോൾഡ് ഡിറൈവ്ഡ് വാല്യുവേഷൻ ആണ്. ഗോൾഡിന് സ്വന്തമായിട്ടൊരു വാല്യുവേഷൻ ഇല്ല, ഡിറൈവ്ഡ് ഒരുപാട് കാര്യങ്ങളുടെ വാല്യുവേഷൻ ആണ് ഗോൾഡിനെ അഫക്ട് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന എബവ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, രണ്ടാമത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, മാക്രോ എക്കണോമിക് കണ്ടീഷൻസ് ആണ് ഗോൾഡിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ള. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, 1979 ഇതേപോലൊരു ഗോൾഡ് റൺ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1980 തൊട്ട് 1999 വരെ 19 കൊല്ലം ഗോൾഡ് 62% താഴെ പോയി എന്നുള്ളതാണ്. എന്നിട്ട് ഈ 1980 ആ ഹൈ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ശരിക്കും 27 കൊല്ലം എടുത്തു എന്നുള്ള. പിന്നെ നമ്മൾ കുറച്ചുകൂടി വന്നിട്ട് നോക്കുകയാണെങ്കിൽ 2012 മുതൽ 2012 ക്രിയേറ്റ് ചെയ്ത ഹൈ ഉണ്ടല്ലോ, അത് തിരിച്ചു പിടിക്കാനായിട്ട് 2020 വേണ്ടി വന്നു 8 കൊല്ലം എന്നാണ്. ഇതിൻ്റെ ഇടയിൽ ഏതാണ്ട് 40% കറക്ഷനിലേക്ക് പോയി. ഞാൻ ഈ 1980 മുതൽ 99 വരെ 62% താഴെ പോയി എന്ന് പറഞ്ഞല്ലോ, അത് ഈ റുപ്പി ടേംസിലല്ല, അത് ശരിക്കും US ഡോളേഴ്സിന്റെ ടേംസിലാണ് ഞാൻ ഈ പറയുന്ന കാര്യം. US ഡോളേഴ്സിന്റെ കറക്റ്റ്, അതായത് ഞാൻ ഇന്റർനാഷണൽ കാര്യങ്ങളാണ്. ഇന്ത്യ ഒരു പ്രത്യേക സാഹചര്യം. കാര്യം ഇന്ത്യയിൽ നമുക്ക് 2 രീതിയിലാണ് ഗോൾഡ് ബെനിഫിറ്റ് ചെയ്യണത്. ഒന്നെന്ന് പറയുന്നത് ഗോൾഡിന്റെ പ്രൈസ്, രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ gold has got a history of fall as far as dollar terms is concerned. അതുകൊണ്ട് ഗോൾഡ് അങ്ങനെ വീഴില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകരുതെന്നാണ് ഇപ്പോൾ വാറൻ ബൊഫെ തന്നെ, ലെജൻഡറി ഇൻവെസ്റ്ററായ വാറൻ ബൊഫെ, എൻ്റെ വാക്കുകളല്ല, അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്നറിയോ? അദ്ദേഹം പറഞ്ഞത് നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് എവിടെ നിന്ന് കണ്ടോ ആവശ്യമില്ലാത്ത ഒരു സാധനം നമ്മൾ കുഴിച്ചെടുക്കും, എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് മെൽറ്റ് ചെയ്യും.
മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത് കൊണ്ടുവന്ന് വേറൊരു സ്ഥലത്ത് വീണ്ടും കുഴിച്ചിടും. എന്നിട്ട് അതിനെ ചുറ്റിപ്പറ്റി ഗാർഡ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരെ നിർത്തി അതിന് പൈസ നമ്മൾ ചിലവാക്കും. ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗോൾഡ് ഈസ് യൂസ്ലെസ്, ഇറ്റ് ഹാസ് ഗോട്ട് നോ വാല്യൂ. പീപ്പിൾ ലുക്കിംഗ് ഫ്രം ദ മാർസ് വിൽ സ്ക്രാച്ചിങ്, മാർസിൽ നിന്ന് നോക്കുന്നവർ ദേ വിൽ ബി സ്ക്രാച്ചിങ് ദെയർ ഹെഡ് എന്നുള്ള രീതിയിലാണ് വാറൻ ബഫെ അതിനകത്ത് പറഞ്ഞത്. 2011 അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ ലോകത്തുള്ള 2011 സ്റ്റേറ്റ്മെൻറ്റാണ്, ലോകത്തുള്ള എല്ലാ ഗോൾഡും എടുത്ത് നിങ്ങൾ മെൽറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ക്യൂബ് പോലെ ആവും, ഒരു ബേസ്ബോൾ കോർട്ട് പോലെ ഒരു ക്യൂബ് പോലെ ആവും, 67 ഫീറ്റ് സൈഡുള്ള ഒരു ക്യൂബ് പോലെ ആവും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ ഉപയോഗിച്ച് നിങ്ങൾക്ക് അമേരിക്കയിലുള്ള എൻറ്റയർ ഫാം ആൻഡ് അഗ്രികൾച്ചർ ലാൻഡ്സ് ബൈ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ജീവിതകാലം കഴിക്കാനുള്ള ഫുഡ് തരുന്ന ഫാം ലാൻഡ്സ് നിങ്ങൾക്ക് ബൈ ചെയ്യാം. 2011 അദ്ദേഹം പറഞ്ഞാണ് 10 എക്സോൺ മൊബൈൽ ബൈ ചെയ്യാം. എക്സോൺ മൊബൈൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ US ഇൻഡെക്സിലെ വളരെ മേജർ, ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്ന് അതൊക്കെ മാറി. ആപ്പിളിൻ്റെയൊക്കെ കാലത്തിന് മുമ്പേ എക്സോൺ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയായിരുന്നു, അത് വളരെ ഫേമസ്. നിങ്ങൾക്ക് 10 എക്സോൺ മൊബൈൽ മേടിക്കാം, കമ്പനി മേടിക്കാം, മൊബൈൽ MOBIL കമ്പനി മേടിക്കാം. അതുകൂടാതെ നിങ്ങളുടെ കയ്യിൽ അടിച്ചു പൊളിക്കാനായിട്ട് $1 ട്രില്യൺ ഉണ്ടാവും. അതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഗോൾഡ് യൂസ്ലെസ് ആണ്. കാര്യം നിങ്ങൾ ഇന്ന് മേടിച്ചിരിക്കുന്ന ഗോൾഡ് എത്രയോ കൊല്ലം കഴിഞ്ഞാലും അതേ സൈസ് തന്നെ ആയിരിക്കും എന്നാണ്. എന്നാൽ സമയം കമ്പനിയുടെ ഏർണിങ്സ് കൂടും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ വാറൻ ബഫയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, എന്നെ കുറ്റം പറയരുത്. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഓയിൽ പ്രൈസസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കയറി എന്നുള്ളതാണ്. $65 per ബാരലിന് മുകളിൽ. കരിച്ചാൽ OPEC പ്ലസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് വേണ്ട രീതിയിലല്ല എന്നുള്ളതാണ്. പിന്നെ ഫ്രാൻസ് ഈസ് പ്ലഞ്ചിങ് ഇൻ ടു അനദർ ക്രൈസിസ് അല്ലേ. ന്യൂ PM, അതായത് 2 കൊല്ലത്തിനുള്ളിൽ 5ാമത്തെ PM ആണ് റിസൈൻ ചെയ്യുന്നത്. അതായത് സെബാസ്റ്റ്യൻ ലെക്രോണു അല്ലേ, സെബാസ്റ്റ്യൻ ലെക്കോർണും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും റിസൈൻ ചെയ്തിരിക്കുന്നു എന്നറിയാം. അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെ അദ്ദേഹം ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ട് 14 മണിക്കൂറേ ഉള്ളൂ. അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം ചാർജ് എടുത്തിട്ട് തന്നെ ഏതാണ്ട് 27 ദിവസമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന കാര്യം വെച്ചാൽ അലൈസ്, കൂടെയുള്ള അലൈസും ഫോഴ്സും അതായത് എനിമീസും പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ഗവൺമെന്റിനെ ഞങ്ങൾ തള്ളിയിടും. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാണ് അത് റിസൈൻ ചെയ്തേക്കണമെന്നല്ല. ഇനി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് പ്രഷറായി, അതായത് ഇമ്മാനുവൽ മാക്രോണും റിസൈൻ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിന് മുമ്പായിട്ട് പറയാനുള്ള. ഒരു ചെറിയ കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ഇൻട്രസ്റ്റിംഗ് പീസ് ഓഫ് ന്യൂസ് പറയുന്നത് വെച്ചാൽ US-ലെ 2 കോൺഗ്രസ്മെൻ TCSന് ലെറ്റർ അയച്ചു എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ലാർജസ്റ്റ് ഔട്ട്സോഴ്സിംഗ് കമ്പനി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പനി TCS, അതായത് ഇൻ എ ലെറ്റർ സെൻഡ് ടു TCS CEO K. കീർത്തിവാസൻ, അതായത് 2 പേരാണ് അയച്ചത്. ഒരാൾ സെനറ്റ് ജുഡീഷ്യൽ കമ്മിറ്റി ചെയർമാൻ ചാൾസ് ഗ്രാസ്ലിയും പിന്നെ ഒരു റാങ്കിംഗ് മെമ്പർ റിച്ചാർഡ് ഡേർബിനും. ഇവർ 2 പേരും അയച്ച ലെറ്റർ എന്ന് വെച്ചാൽ TCSനടുത്ത് പറഞ്ഞത്, ഇത് ലെറ്റർ അയച്ചിട്ട് അവർ പറഞ്ഞതെന്നറിയോ, 10 ഒക്ടോബർ 2025 ഞങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്ലൈ വരണം. ഞാനിത് കേട്ടിട്ട് ഒരു ഷോക്കിംഗ് ആയിപ്പോയി. അതായത് ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആ ലെറ്റർ ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് വെച്ചാൽ 2025 TCS എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 5505 എന്ന് വിചാരിക്കുക H1B വിസ നിങ്ങൾക്ക് കിട്ടി. ഈ H1B വിസ കിട്ടിയിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ H1B വിസ ഹോൾഡറിന്റെ സെക്കൻഡ് ലാർജസ്റ്റ് എംപ്ലോയർ ആണ് നിങ്ങൾ, അതായത് TCS എന്ന് പറയുന്നത്. ആ TCS നിങ്ങൾ ഒരു സൈഡിൽ കൂടി നിങ്ങൾ H1B വിസ അപ്ലൈ ചെയ്യുന്നു. 2025 5500 നിങ്ങൾ അപ്ലൈ ചെയ്യും. വേറൊരു സൈഡിൽ കൂടി നിങ്ങൾ ഗ്ലോബലി 12,000 എംപ്ലോയീസിനെ നിങ്ങൾ ലേ ഓഫ് ചെയ്യും. നിങ്ങളുടെ ജാക്സൺ വിൽ ഓഫീസ്, US-ലുള്ള ജാക്സൺ വിൽ ഓഫീസിൽ മാത്രം 5 ഡസൻ എംപ്ലോയീസിനെ നിങ്ങൾ കളഞ്ഞു എന്നുള്ള. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ H1B വിസ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഈക്വലൻ്റ് ആയിട്ടുള്ള അമേരിക്കൻ എംപ്ലോയീസിനെ നിങ്ങൾക്ക് എടുത്തൂടെ? നിങ്ങളെന്താ അങ്ങനെയുള്ള അമേരിക്കൻ എംപ്ലോയീസ് ഇവിടെ ഇല്ല എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതുമാത്രമല്ല, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്നറിയോ? ഈക്വൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ TCSന് അഗെയിൻസ്റ്റ് നടക്കുന്നുണ്ട്. അതായത് അവർ പറയുന്നത് വെച്ചാൽ TCS ഓൾഡർ ആയിട്ടുള്ള അമേരിക്കൻ വർക്ക് ഫോഴ്സിനെ എടുത്ത് കളഞ്ഞിട്ട് ന്യൂവർ ആയിട്ടുള്ള സൗത്ത് ഏഷ്യൻ H1B വിസ ഹോൾഡേഴ്സിനെ നിങ്ങൾ എടുത്തു. ആ കേസ് നിങ്ങൾക്ക് നിലനിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ഈ പുതിയ ലേ ഓഫ് ആൾക്കാരെ പറഞ്ഞു വിടാനായിട്ട് നിങ്ങൾക്ക് നോക്കും? നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ H1B വിസ ആപ്ലിക്കേഷൻസ് ഫയൽ ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്തുകൊണ്ട് US-ന്ന് ആളെ എടുക്കുന്നില്ല?
ഈ എടുക്കുന്ന H1B വിസ എംപ്ലോയീസിന് നിങ്ങൾ ഒരു അമേരിക്കൻ എംപ്ലോയിക്ക് കൊടുക്കുന്ന അതേ കാശാണോ കൊടുക്കുന്നത്? ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളായിട്ട്, അതായത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സെയിം ക്വാളിഫിക്കേഷനുള്ള അമേരിക്കൻ എംപ്ലോയീസിനെ എടുത്തൂടെ? സ്പെസിഫിക് ആയിട്ടുള്ള 9 ചോദ്യം എങ്ങാണ്ട് വെച്ചിട്ടാണ് ഒരു ലെറ്റർ TCS അയച്ചിരിക്കുന്നത്. 10-ാം തീയതിക്കുള്ളിൽ റിപ്ലൈ ചെയ്യണം എന്നുള്ള. ഇത് എൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അയച്ചു. അതായത് എന്തൂരമാണ് ഈ കേസിന് അമേരിക്കൻ കോൺഗ്രസ്മെൻ അല്ലെങ്കിൽ സെനറ്റ് മെമ്പേഴ്സ് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതൊന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു. സുരേഷ് സാർ, ഏതായാലും നമുക്ക് നമ്മുടെ സ്പോട്ട്ലൈറ്റ് ബിസിനസിൻ്റെ ഒരു ടൈം ആയിട്ടുണ്ട്. ജാസ്മിൻ, ഈ സ്പോട്ട്ലൈറ്റ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കാര്യത്തിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് കാര്യം. കാണുന്ന കാര്യങ്ങളുടെ പുറകിലൊക്കെ ഒരു സ്റ്റോക്ക് ഐഡിയ ഉണ്ട് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഞാൻ ഇപ്രാവശ്യം പറഞ്ഞു, ഞാൻ അടുത്ത കാലത്ത് ഒരാളെ മീറ്റ് ചെയ്തപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കഥ എൻ്റെ മുന്നിൽ വരുന്നത്. അതായത് നമ്മൾ ഈ UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ മലയാളികൾക്ക് വളരെ വലിയ ബന്ധമുണ്ട് അല്ലേ. അങ്ങോട്ടേക്ക് ഇടയ്ക്കൊക്കെ ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ എസ്പെഷ്യലി പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്നവരെക്കാളും ഇവിടുന്ന് ഒരു എന്താ പറയുക, ഒരു ലീഷർ ട്രിപ്പ് അങ്ങോട്ടേക്ക് പോകുന്നവരുടെ രീതിയാണ് ഞാനൊന്ന് കണ്ടതെന്നുള്ളത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടുള്ള സംസാരത്തിൽ നിന്നാണ് എനിക്കിത് പിടികിട്ടിയെന്നുള്ളത്. അപ്പം നമ്മൾ UAE പോകുമ്പോൾ, അതായത് ദുബായ്, അബുദാബി, നമുക്കറിയാലോ ഒരു 7 എമിറേറ്റുകളാണ് UAE എന്ന് പറയുന്നത്. അതായത് അബുദാബി, ദുബായ്, ഷാർജ, അജ്മൻ, ഉമ്മൽ കൊയ്വാൻ, റാസൽ ഖൈമ, ഫുജൈറ, ഇങ്ങനെ ചേർന്ന് വരുന്ന 7 എമിറേറ്റുകൾ ചേരുന്നതാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മളൊരു ടൂറിസം പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ലീഷർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുന്നത് ദുബായും അബുദാബിയും തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ള എമിറേറ്റ്സ് മോശമാണെന്നല്ല, കൂടുതലും ആൾക്കാർ ചോദിച്ചാൽ ഞങ്ങൾ ദുബായിലേക്ക് പോയിരുന്നു, അവിടെ നിന്ന് അബുദാബി വരെ 2 ദിവസം പോയി തിരിച്ചു വന്നു എന്നൊക്കെയുള്ള. അപ്പം നമ്മൾ ഈ അബുദാബിയിലും ദുബായിലും ഒക്കെ ഈ കാണുന്ന കാഴ്ചകളിൽ ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിലും ദുബായിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ ബിൽഡിങ്ങുകളാണ്. ആ ബിൽഡിങ്ങുകളിനെ കാണാനായിട്ട് വളരെ സന്തോഷമുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ആര് ദുബായി ചെന്നാലും ഒരിക്കലും മറക്കാത്തത്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണാതെ പോവില്ല ഒരിക്കലും, അതായത് ബുർജ് ഖലീഫ എന്ന് പറയുന്ന വേൾഡ് ലാർജസ്റ്റ് മാൻമെയ്ഡ് സ്ട്രക്ചറിനെ നമ്മൾ എന്തായാലും അത് കാണുന്നില്ല. അതൊരു വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് എന്നുള്ളതാണ് ദുബായിലെ തന്നെ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അബുദാബിയിലെ യാസ് ഐലൻഡ്സ്, ഈ യാസ് ഐലൻഡ്സ് കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവർ ഒരുപാട് പേര് അവിടെ പോകും. കാര്യം എന്ന് വെച്ചാൽ അവിടെ ഫെറാറി വേൾഡ് ഉണ്ട്, ഫോർമുല 1 ഗ്രാൻഡ് പ്രീ ട്രാക്ക് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ അബുദാബിയിലുണ്ട്. അപ്പോൾ ദുബായിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഫോർമുല 1 ഗ്രാൻഡ് പ്രീ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്രിക്കറ്റ് മാത്രമല്ല ഒരുപാട് സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ അബുദാബി ഗ്രാൻഡ് പ്രീ എന്ന് പറഞ്ഞ സാധാരണ ഡിസംബറിലാണ് വരുന്നത്. അപ്പോൾ ഡിസംബർ 2024 എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ശരിക്കും പറഞ്ഞാൽ മാക്സ് വെർസ്റ്റാപ്പൻ, അതായത് റെഡ് ബുൾ ടീമാണ്. അപ്പോൾ മാക്സ് വെർസ്റ്റാപ്പൻ 6th ആയി പോയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നുള്ള കാര്യം. ആ ഗ്രാൻഡ് പ്രീ ജയിച്ചത് ശരിക്കും പറഞ്ഞാൽ ലാൻഡോ നോറിസ് ആണ്, അതായത് മെക്ലാറൻ മെർസിഡീസ് ആണ് ജയിച്ചത്. അത് കഴിഞ്ഞ് കാർലോസ് സെയിൻസും ചാൾസ് ലെക്ലർക്കും, രണ്ടുപേരും ഫെറാറിയാണ് 2ും 3ും പൊസിഷൻ, പോൾ പൊസിഷൻ അവർ എടുത്തതെന്നുള്ള. അപ്പം എനിക്ക് അബുദാബി ഗ്രാൻഡ് പ്രീ ഒക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പറഞ്ഞപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു. അതായത് ഈ വേൾഡിലെ ലാർജസ്റ്റ് മാൻമെയ്ഡ് സ്ട്രക്ചറാണ് ബുർജ് ഖലീഫ എന്ന് നമ്മൾ പറഞ്ഞു. ഏതാണ്ട് 2717 ഫീറ്റ് അല്ലെങ്കിൽ 828 മീറ്റേഴ്സ് ആണ് അതിൻ്റെ പൊക്കം എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം ഒരുപാട് ഈ പറയുന്ന പോലെ എന്താ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, റെസിഡൻസസ് ഉണ്ട്, അതായത് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മുടെ ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജയിച്ച നമ്മുടെ പത്മശ്രീ ഭരത് മോഹൻലാൽ, നമ്മുടെ ലാലേട്ടന് അവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നു. ഞാൻ ഏതെങ്കിലും ഡെസിഗ്നേഷൻസ് വിട്ടുപോയെങ്കിൽ ശ്രമിക്കണം, നമുക്ക് കിട്ടിയതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ള. രണ്ടാമത് നമ്മുടെ ബോളിവുഡ് സ്റ്റാർ ശില്പ ഷെട്ടിക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ട്. അദ്ദേഹത്തെ അവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള രാജ് കുണ്ട്ര ഗിഫ്റ്റ് കൊടുത്താണെന്ന് പറയപ്പെടുന്നു, ബർത്ത്ഡേ ഗിഫ്റ്റ് ആക്കുകയാണെന്ന് പറയപ്പെടുന്നത്. അല്ലാതെ തന്നെ നമുക്ക് ജോർജ് വി നേരിയാമ്പറമ്പിൽ, നമ്മൾ ജോർജ് ഏട്ടൻ എന്ന് സാധാരണ വിളിക്കും, അദ്ദേഹത്തിന് ഒരു സമയത്ത് ഇതിനകത്ത് 22 ഫ്ലാറ്റ് ഉണ്ടായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. അതായത് അതാണ് ഈ ബുർജ് ഖലീഫ എന്ന് പറയുന്നത്. ഒരുപാട് നമുക്കറിയാം, ഒരുപാട് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മിഷൻ ഇംപോസിബിൾ, ഡ്യൂൺ പാർട്ട് 2, സ്റ്റാർ ട്രെക്ക് ആൻഡ് ബിയോണ്ട്, ഫ്യൂരിയസ് 7, ഒരുപാട് മലയാള സിനിമയില്ലേ അല്ലെ ഹിന്ദി സിനിമകളുണ്ടല്ലോ, ഹാപ്പി ന്യൂ ഇയർ, പത്താൻ, ബാങ്, വെൽക്കം ബാക്ക്, പിന്നെ ഇന്ത്യൻ മലയാള സിനിമ ഡയമണ്ട് നെക്ലസ്, ഇതൊക്കെ അതായത് ഞാൻ കുറേ സിനിമ വിട്ടുപോയി കാണും. അല്ലെ ഈ സിനിമയിലൊക്കെ നമ്മുടെ ബുർജ് ഖലീഫ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ നമ്മൾ ബുർജ് ഖലീഫ കൂടാതെ ദുബായിൽ നമ്മളെല്ലാവരും പോകുന്ന ഒരു സ്ഥലം ദുബായ് മോൾ അല്ലാതെ മോൾ ഓഫ് എമിറേറ്റ്സ്. ഈ മോൾ ഓഫ് എമിറേറ്റ്സും വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുമാതിരി നമ്മളെല്ലാം ഒരു വിസിറ്റിന് പോയി കഴിഞ്ഞാൽ അവിടെ പോകാറുള്ളത് പതിവ് തന്നെയാണെന്നുള്ള. പിന്നെ എത്തിഹാദ് ടവേഴ്സ്, ഈ എത്തിഹാദ് ടവേഴ്സ് പറഞ്ഞാൽ ഒരു 5 ടവർ ഉണ്ട്, T1, T2, T3, T4, T5. അതും ഈ ഓഫീസ് സ്പേസ്, ഹോട്ടൽസ്,
ഫ്ലാറ്റ്സ് ഇതെല്ലാം കൂടെ ചേർന്ന ബിൽഡിങ്സ് ആണ് അതിന് വരുന്നതെന്നുള്ള. പിന്നെ നമ്മുടെ തന്നെ ഫീൽഡിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദുബായ് ഫിനാൻഷ്യൽ സെൻറ്റർ, അതായത് ദുബായ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെൻറ്റർ DIFC, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കാഴ്ചയ്ക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ബിൽഡിങ്സ് ആണെന്നുള്ള. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ യാസ് ഐലൻഡ്സ് അബുദാബിയിലാണ്. അതിൽ ഫെറാറി വേൾഡ് ഉണ്ട്, അബുദാബി F1 സർക്യൂട്ട് ഉണ്ട്, ഈ ഗ്രാൻഡ് പ്രീ സർക്യൂട്ട് ഉണ്ട്, ഡിസ്നി തീം പാർക്ക് ഉണ്ട്, റിസോർട്ട് ഉണ്ട്, യാസ് വാട്ടർ വേൾഡ് ഉണ്ട്, വാർണർ ബ്രദേഴ്സിൻ്റെ സ്റ്റുഡിയോ, അങ്ങനത്തെ കുറേ സാധനങ്ങളുള്ളതാണ് യാസ് ഐലൻഡ്സ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ബേസിക് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ദുബായ് ചെല്ലുന്ന ഒരു ലിഷർ ട്രിപ്പ്, ഈ ലിഷർ ട്രിപ്സിൽ നമ്മൾ ഭയങ്കരമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് ദുബായിലും അബുദാബിയിലും. ഇതിൻ്റെയൊക്കെ പുറകിൽ, ഈ ഐക്കോണിക് പ്രോജക്ട്സിൻ്റെ പുറകിലും ഒരു ഇന്ത്യൻ കമ്പനി ഉണ്ട് എന്നുള്ളത്. ആ ഇന്ത്യൻ കമ്പനിയാണ് ശരിക്കും ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് സംസാരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കാഷ്വലി ടച്ച് ചെയ്ത ഒരു കഥ തന്നെയാണ് ഞാനിവിടെ റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് കോൺട്രാക്ടർ, അതായത് EPC കോൺട്രാക്ടർ, അല്ലെങ്കിൽ HVAC പ്ലെയർ എന്ന് പറയും, അതായത് ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷൻ, അതായത് HVAC ഒരു പ്ലെയറാണ്. അതുമാത്രമല്ല ഒരു EPC കോൺട്രാക്ടറുമാണ്. ആ കമ്പനി, അതായത് ഈ വക ബിൽഡിങ്ങിന് ഈ പറയുന്ന പോലെ HVAC പ്രോജക്ട്സ്, EPC പ്രോജക്ട്സ് ചെയ്ത ഒരു കമ്പനിയാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. അത് വേറെ ഒന്നുമല്ല, അത് ടാറ്റ കമ്പനിയായ വോൾട്ടാസ് ആണ്. അതായത് വോൾട്ടാസ് എന്ന് പറഞ്ഞ കമ്പനി ഈ പ്രോജക്റ്റിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഒന്നില്ലെങ്കിൽ ഈ HVAC, ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, അതായത് ആ ഇലക്ട്രോ മെക്കാനിക്കൽ പ്രോജക്ട്സ്, അങ്ങനത്തെ രീതിയിൽ ഈ കമ്പനികളായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് എന്താ പറയുക, എനിക്കൊരു മസ്കറ്റ് സുൽത്താൻ്റെ റോയൽ പാലസിലും അവർ ഇൻവോൾവ് ആണെന്നുള്ള. ഇപ്പോൾ ഇന്ത്യൻ പ്രോജക്ട്സ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയ പാർലമെൻ്ററി ബിൽഡിംഗ്, പിന്നെ അവിടെ HVAC സപ്ലൈ, അതായത് എയർ കണ്ടീഷനിങ് ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കമ്പനി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട് കൊൽക്കത്ത, ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഹൈദരാബാദുള്ള രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഇതെല്ലാം ചെയ്ത ഒരു കമ്പനിയാണ് വോൾട്ടാസ് എന്ന് പറയുന്നത്. അതായത് AC, കൂളിംഗ്, എങ്ങനത്തെ കാര്യങ്ങളും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് എല്ലാം ചെയ്യുന്ന ഒരു കമ്പനിയാണ് വോൾട്ടാസ്. അത്രയ്ക്ക് കേപ്പബിലിറ്റി ഉള്ളതാണ്. 1954 ശരിക്കും പറഞ്ഞാൽ ഇത് ടാറ്റ സൺസും വോൾക്കാട്ട് ബ്രദേഴ്സും കൂടെ ചേർന്നാണ്, ഒരു JV ആണ് ശരിക്കും പറഞ്ഞാൽ. പിന്നീട് അത് വോൾട്ടാസ് ആയി മാറിയെന്നുള്ള. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണെന്നുള്ള. ഇത് ശരിക്കും പറഞ്ഞൊരു എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് കമ്പനിയാണ്. അതുകൂടാതെ കൂളിംഗ് ആൻഡ് ഹോം അപ്ലയൻസസും കൂടെ ഇവർക്ക് ഉണ്ടെന്നുള്ളതാണ്. ശരിക്കും ഇവർക്ക് ഒരു 4 ഡിവിഷനിൽ ഇവരെ ബിസിനസ്സിനെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. അതായത് ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്ററി കൂളിംഗ് പ്രോഡക്ട്സ്. യൂണിറ്ററി കൂളിംഗ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഈ കൺസ്യൂമർ പ്ലസ് കമേഴ്ഷ്യൽ കൂളിംഗ് സൊല്യൂഷൻസ്, അതായത് നമ്മൾ ഇപ്പോൾ റൂം AC, നമ്മൾ പറയാറില്ലേ സ്പ്ലിറ്റ് AC, വിൻഡോ AC, പിന്നെ അത് കഴിഞ്ഞ് എയർ കൂളേഴ്സ്, പിന്നെ കമേഴ്ഷ്യൽ റെഫ്രിജറേഷൻ, അതായത് വാട്ടർ കൂളേഴ്സ്, ഫ്രീസേഴ്സ്, കോൾഡ് റൂംസ്, ഇതെല്ലാം വോൾട്ടാസിൻ്റെ യൂണിറ്ററി കൂളിംഗ് ഡിവിഷൻസിൻ്റെ കീഴിൽ വരുന്ന ബിസിനസ്സാണ്. പിന്നെ ഉള്ളത് രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മെക്കാനിക്കൽ പ്രോജക്ട്സ് ആൻഡ് സർവീസസ്. ഇലക്ട്രോ മെക്കാനിക്കൽ പ്രോജക്ട്സ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ബുർജ് ഖലീഫയുടെ കാര്യം, മോൾ ഓഫ് എമിറേറ്റ്സിൻ്റെയും യാസ് ഐലൻഡ്സിലെ ഈ അബുദാബിയിലുള്ള ഫെറാറി വേൾഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ, അതായത് പ്രോജക്റ്റ് ആയിട്ട് എടുത്ത് ചെയ്യുന്ന കൂളിംഗ് സൊല്യൂഷൻസ്. അതായത് ഒരു തിയേറ്റർ ആയാലും, ഒരു മോൾ ആയാലും, അല്ലെങ്കിൽ വലിയൊരു ബിൽഡിംഗ് ആണെങ്കിലും, അല്ലെങ്കിൽ നല്ല ഐക്കോണിക് സ്ട്രക്ചേഴ്സും പാർലമെന്റ് ബിൽഡിംഗ് പോലത്തെ ആ സ്ട്രക്ചറിലൊക്കെ ഇവരാണ് ചെയ്യണമെന്നുള്ളത്. മൂന്നാമത്തെയും ഈ പറയുന്ന പോലെ തേർഡ് ഡിവിഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. അതായത് B2B, അതായത് ഈ മൈനിങ്, കൺസ്ട്രക്ഷൻ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ്. B2B ഒരു ബിസിനസ് ടു ബിസിനസ് ആണ്. പിന്നെ അതുപോലെ ടെക്സ്റ്റൈൽ മെഷീനറി, മെഷീൻ ടൂൾസ്, അങ്ങനത്തെ ഒരു ചെറിയൊരു ഡിവിഷനാണ് ഈ എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഫോർത്ത് ഡിവിഷൻ ഒരു ടർക്കിഷ് ബേക്കോ എന്നൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിയായിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ, അതായത് വോൾട്ട് ബെക്ക് എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. അത് മെയിൻലി ഈ പറയുന്ന മാനുഫാക്ചറിങ് സെൽസ്, ഹോം അപ്ലയൻസസ്, റെഫ്രിജറേറ്റേഴ്സ്, വാഷിംഗ് മെഷീൻ എന്നിങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവരുടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബിസിനസ്സും ഈ വരുന്നത് യൂണിറ്ററി കൂളിംഗ് ഡിവിഷൻ, അതായത് ഈ AC, റെഫ്രിജറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ഒരു ഭേദപ്പെട്ട ഇത് വരുന്നത് ഈ പ്രോജക്ട്സിൽ നിന്നാണ്, EPC ഇലക്ട്രോ മെക്കാനിക്കൽ പ്രോജക്ട്സിൽ നിന്നാണ് വരുന്നതെന്നല്ല. അപ്പോൾ ഇവരുടെ FY25 ഗൈഡൻസ് FY25 ഇവരുടെ ഒരു റവന്യൂ നോക്കുകയാണെങ്കിൽ 15,737 കോടി റവന്യൂ, 834 കോടിയും നെറ്റ് പ്രോഫിറ്റ് കിട്ടിയ ഒരു കമ്പനിയാണ് വോൾട്ടാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോൾട്ടാസിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഡെപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 800 മുതൽ 900 crores വരെ ഇവർക്ക് ഡെപ്റ്റ് ഉണ്ട്. ഇവരുടെ ഡെപ്റ്റിന് 800 തൊട്ട് 900 crores ഉണ്ടെങ്കിലും ഇവരുടെ ക്യാഷ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ 1700 കോടിയുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കമ്പനിയെ ഒരു ഡെറ്റ് ഫ്രീ കമ്പനി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം എന്നുള്ളതാണ്. ഇതിൻ്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ ഒരു നെഗ്ലിജിബിൾ, അതായത് 0.13%. അപ്പോൾ ഇതേപോലെ ശരിയാണ്, ഇതേപോലെ ഈ എന്താ പറയുക, വോൾട്ടാസ് എന്ന് പറയുന്നത് ഒരു
പ്രോഡക്ട്സ് വിൽക്കുന്ന കമ്പനി മാത്രമല്ല, പ്രോജക്ട്സ് ചെയ്യുന്ന കമ്പനിയും കൂടെയാണ്. പ്രോജക്ട്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉള്ള കമ്പനിയും കൂടെയാണ്. എന്നിട്ടും ആ ടാറ്റ മാനേജ്മെന്റ് കഴിവാണെന്ന് തോന്നുന്നു. ഡെപ്റ്റ് ഇക്വിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ മാനേജബിൾ ലെവൽ. ഞാൻ പറഞ്ഞു 800 to 900 crores ഡെപ്റ്റിന് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കൂടെ ചേർന്ന് 1700 കോടി എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ അതിന്റെ മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 1359 രൂപയായിരുന്നു ഞാൻ ഇന്നലെ നോക്കാൻ നേരത്ത്. അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് നിയർലി 45,000 crores. എനിക്ക് തോന്നുന്നു 44,952 crores ആയിരുന്നു അതിന്റെ മാർക്കറ്റ് ക്യാപ്പ്. ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇത് വൺ ഓഫ് ദ ലീഡിങ് ഒരു ലീഡേഴ്സാണ്. അതായത് AC റൂം കൂളിംഗ് സെഗ്മെന്റ്സിൽ വളരെ വലിയൊരു ലീഡിംഗ് കമ്പനിയാണ്. കാര്യം വോൾട്ടാസിന്റെ പ്രോഡക്ട്സ് AC അല്ലെങ്കിൽ കൂളിംഗ് സൊല്യൂഷൻസിൽ കേൾക്കാത്ത മനുഷ്യർ ആരും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വോൾട്ടാസ് അവിടുത്തെ ഒരു പഴയ പ്ലെയറാണ്, വളരെ ഫേമസ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് പ്ലെയറുമാണ്. അത് മാത്രമല്ല ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്. ഈ ആഫ്റ്റർ സെയിൽ സർവീസിനുള്ള അത്രയും നല്ലൊരു മാൻ പവറും സ്ട്രക്ചറും ഒരു സപ്ലൈ ചെയിനും അവർക്ക് ഉണ്ട് എന്നുള്ളത് അവരുടെ പ്രത്യേകത തന്നെയാണ്. പിന്നെ ഇവരുടെ എഞ്ചിനീയറിംഗ് ആൻഡ് എക്സിക്യൂഷൻ കേപ്പബിലിറ്റീസ് ഞാൻ പറഞ്ഞില്ല, ഈ ചെയ്ത പ്രോജക്ട്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മോൾ ഓഫ് എമിറേറ്റ്സും ബുർജ് ഖലീഫയും ഫെറാറി വേൾഡ് ഒന്നും ചില്ലറ പ്രോജക്ട്സ് അല്ല, പാർലമെന്റ് ഒന്നും ചില്ലറ പ്രോജക്ട്സ് അല്ല. അപ്പോൾ വളരെ രീതിയിലുള്ള എക്സിക്യൂഷൻ കേപ്പബിലിറ്റീസ് ഉള്ള കമ്പനിയാണ്. പിന്നെ ഇവരുടെ പ്രോഡക്റ്റ് ഇന്നോവേഷൻ, പോലെ പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരിക. പിന്നെ ആ പോർട്ട്ഫോളിയോൻ്റെ ബ്രെഡ്ത്ത്, അവരുടെ പ്രോഡക്ട്സിൻ്റെ പോർട്ട്ഫോളിയോൻ്റെ ഒരു ബ്രെഡ്ത്ത് ഒക്കെ ഇവർക്ക് അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ ഇവരുടെ റവന്യൂ മോഡൽ എന്ന് പറഞ്ഞാൽ വളരെ ഡൈവേഴ്സിഫൈഡ് ആണ്. അതായത് മൾട്ടിപ്പിൾ റവന്യൂ സ്ട്രീം, ഒരുപാട് സ്ഥലത്ത് നിന്ന് റവന്യൂ വരുന്നതുകൊണ്ട് ഇവർക്ക് പൊതുവെ സൈക്ലിക്കലായിട്ടുള്ള ഇൻഡസ്ട്രിയിൽ കുറച്ചുകൂടി ഭേദപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെയുള്ളത് ഇവരുടെ സ്ട്രെങ്ത് ആണ്. ഇനി ഇവർക്ക് വീക്ക്നെസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലൊരു സീസണാലിറ്റി ഉണ്ട്. അതായത് കൂടുതലും ഈ AC പ്രോഡക്ട്സ് സെല് ചെയ്യുന്നത് നമുക്കറിയാലോ. അതായത് സമ്മർ ടൈമിലൊക്കെയാണ്. അതായത് ഈ മൺസൂണൊക്കെ വരുമ്പോൾ സാധാരണ ഇതിനൊരു വലിയ സെയിൽസ് വരാറില്ല. പിന്നെ കേരളത്തിൽ മൺസൂൺ വരുന്ന സമയത്ത് ഇന്ത്യയുടെ വേറെ പല രാജ്യങ്ങളിലും സമ്മർ ആയിരിക്കും. അങ്ങനെ ഒരു സീസണാലിറ്റി ഇവരുടെ കൂളിംഗ് പ്രോഡക്ട്സിന് ഒരു ബിസിനസ്സിന് ഒരു ചെറിയൊരു നെഗറ്റീവായിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഈ പ്രോജക്റ്റ് ഡിവിഷന് ചെറിയൊരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഈ സ്കോപ്പ് അനുസരിച്ച് ഇവരുടെ മാർജിൻ വ്യത്യാസം വരും. ആ പ്രോജക്റ്റിൻ്റെ സൈസ് അനുസരിച്ച്. അതുമാത്രമല്ല ടൈം, എത്ര നാൾ കൊണ്ട് ഈ പ്രോജക്റ്റ് ചെയ്യുന്നു. പിന്നെ ചില പ്രോജക്റ്റ് ടൈം കഴിഞ്ഞ് ഒരു കോസ്റ്റ് ഓവർ റൺ വരും. അപ്പോൾ ഇതൊക്കെ കാരണം പ്രോജക്റ്റ് ഡിവിഷനിൽ ഇവർ പറയുന്ന പോലെയുള്ള ഒരു മാർജിൻ ഇവർക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഈ AC അല്ലെങ്കിൽ കൂളിംഗ് പ്രോഡക്ട്സ് ഒരു സീസണൽ ആൻഡ് സൈക്ലിക്കൽ ബിസിനസ്സും കൂടെ ആണെന്നുള്ളതാണ് ഇവർക്ക് നെഗറ്റീവായിട്ടുള്ളത്. പിന്നെ ഇവർക്ക് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ നമുക്കറിയാലോ. ഇതിന് വോൾട്ടാസിനുള്ള കോമ്പറ്റീഷൻ എന്താ? ബ്ലൂ സ്റ്റാർ, LG, സാംസങ്, ഡൈക്കിൻ, പാനസോണിക്, ഹിറ്റാച്ചി, ജനറൽ, ഗോദ്രേജ് ഇവരെല്ലാം അതിനകത്ത് വലിയ പ്ലെയേഴ്സായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ LGയുടെ IPO അടുത്ത കാലത്ത് വരാൻ പോകുന്നുണ്ടല്ല. പിന്നെ ഈ റോ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതായത് ഈ കൂളിംഗ് അപ്ലയൻസസിന് ഒരുപാട് റോ മെറ്റീരിയൽസിൻ്റെ ആവശ്യമുണ്ട്. അതായത് കോപ്പർ, അലുമിനിയം. നമ്മൾ ഇപ്പോൾ AC മേടിക്കാൻ നേരത്ത് കോപ്പർ കോയിൽ ഉള്ളതാണോ അല്ല എന്നുള്ളതിന് വില വ്യത്യാസം വരുന്നത്. അപ്പോൾ കോപ്പറിൻ്റെ വില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവർ എഫക്റ്റ് ചെയ്യും. അലൂമിനിയം, അത് മാത്രമല്ല കംപ്രസറിൻ്റെ വിലകളൊക്കെ, അതായത് റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഇങ്ങനത്തെ കമ്പോണൻസിൻ്റെ വിലയും കൂടെ ഇവരുടെ മാർജിനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് നമ്മൾ പറയേണ്ട റെഗുലേറ്ററി ആൻഡ് എൻവയറൺമെൻറ്റ് സ്റ്റാൻഡേർഡ്സ്. അതായത് നമുക്കറിയാലോ ഈ എനർജി എഫിഷ്യൻസി നോംസ്, അതായത് നമ്മൾ ക്ലീൻ എനർജി, ഗ്രീൻ എനർജി, ഈ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലേക്ക്, കാർബൺ ന്യൂട്രൽ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എനർജി എഫിഷ്യൻറ്റ് നോംസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ആ ചലഞ്ചസ് അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകണം. പിന്നെ ഈ റെഫ്രിജറേഷനുള്ള റെഗുലേഷൻസ് ഉണ്ട്, എൻവയറൺമെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതിന് ചലഞ്ചസ് ആയിട്ട് വരുന്ന ഒരു കമ്പനിയാണ്. ബട്ട് ഇതിൻ്റെ മദർ കമ്പനി എന്ന് പറയാൻ നമുക്കറിയാം ടാറ്റ സൺസ് ആണെന്നുള്ള, ടാറ്റ ഗ്രൂപ്പ് ആണെന്നുള്ള. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ പ്രോവസും കേപ്പബിലിറ്റി എന്താണെന്ന് നമുക്കറിയാം. വോൾട്ടാസ് എന്ന് പറഞ്ഞ കമ്പനി, വോൾട്ടാസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോജക്റ്റ് ചെയ്യാവുന്ന നല്ല നല്ല പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. നമ്മളിപ്പോൾ ഇവിടെ തന്നെ എയർപോർട്ടുകളും ഇതൊക്കെ പറയുന്നല്ലോ, ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ പറയുന്നത്. മെട്രോയ്ക്ക് ഉൾപ്പെടെ നമുക്ക് വോൾട്ടാസിന്റെ ഒരു സാമീപ്യമുണ്ട്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ്, എറണാകുളം മെഡിക്കൽ കോളേജ്, അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ, അങ്ങനെ പല സംവിധാനങ്ങളിലും പല മേഖലകളിലും വോൾട്ടാസ് കൃത്യമായിട്ടുള്ള ഒരു സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. വളരെ നന്ദി ജാസ്മിൻ. കാര്യം ഈ പറയുന്ന പോലെ ആ വോൾട്ടാസിന്റെ വ്യാപ്തി എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചെറിയൊരു ACയോ ഒരു ഫ്രിഡ്ജോ കണ്ട് മാത്രം അതിനെ ഇവാലുവേറ്റ് ചെയ്യരുത്. നമ്മൾ കാണുന്ന സിറ്റികളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സും ബിൽഡിങ്ങിൻ്റെയും പുറകിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു EPC HVAC കോൺട്രാക്ടറാണ് വോൾട്ടാസ് എന്നുള്ളത്. ആ ബിസിനസ്സിൻ്റെ പ്രോസ്പെക്ട്സ് നിങ്ങളുടെ മുന്നിലേക്ക് അക്കാഡമിക് പർപ്പസിന് വേണ്ടി അവതരിപ്പിച്ചു എന്നല്ലാതെ ഇതൊരു സ്റ്റോക്ക് ഐഡിയ അല്ല. ഇതൊരു അഡ്വൈസ് ആയിട്ടോ റെക്കമെൻഡേഷൻ ആയിട്ടോ സോളിസിറ്റേഷൻ ആയിട്ടോ കരുതാതിരിക്കുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് കംപ്ലീറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ നിരീക്ഷണത്തിലും ശിക്ഷണത്തിലും മാത്രം പോകുക എന്ന് പറഞ്ഞു വയ്ക്കുന്നു ജാസ്മിൻ. ഏതായാലും ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്ന് ഓർമ്മിക്കുക. എന്നാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് വരുന്ന മണിക്കൂറിൽ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.